സ്വന്തമായി യോഗ സെന്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും നേടുന്നു. ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം യോഗ ക്ലബ്ബുകൾ, യോഗ ഏറ്റവും കൂടുതൽ പോപ്പുലറാണ്. ലോകത്തെ എല്ലായിടത്തും അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെ പരീക്ഷയ്ക്ക് ആവശ്യമായ പരിശീലനം കൂടി സെപ്പറേറ്റ് ആയി നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻട്രിയുടെ ഈ 200 മണിക്കൂർ യോഗ അധ്യാപക പരിശീലനം കഴിയുന്നതോടുകൂടി സ്വന്തമായി ക്ലാസ് നടത്താൻ യോഗ്യരാവുക മാത്രമല്ല, സ്വന്തമായി യോഗ സെന്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും നേടുന്നു. ഇനി ഒരു കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് ഉദ്ദേശം എങ്കിൽ ലോകത്തെ എല്ലായിടത്തും അംഗീകാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെ പരീക്ഷയ്ക്ക് ആവശ്യമായ പരിശീലനം കൂടി ഈ TTCക്ക് ശേഷം സെപ്പറേറ്റ് ആയി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ആയുർവേദ സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, സ്പാകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെല്ലാം യോഗാധ്യാപകരുടെ പോസ്റ്റ് നിർബന്ധമാണ്. അവിടെയെല്ലാം ഒരു 3 സ്റ്റാർ ഹോട്ടൽ മുതൽ മേലോട്ട് യോഗാധ്യാപകരെ നിയമിക്കുമ്പോൾ അവർ 25,000-30,000 രൂപയാണ് മന്ത്ലി സാലറി കൊടുക്കുന്നത്. കൂടാതെ നമുക്ക് പേഴ്സണലി ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ ഒരു വലിയ സ്വയം തൊഴിൽ മേഖല കൂടിയാണ് യോഗ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലെല്ലാം യോഗയുടെ ജന്മഭൂമിയായ ഇന്ത്യയിൽ നിന്നുള്ള യോഗ പഠനം, ഇന്ത്യൻ യോഗ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചു. പ്ലസ് കാരണം അതിന് സാൻസ്ക്രിറ്റ് നോളജ് കൂടി കുറച്ച് ആവശ്യമായതുകൊണ്ട് ആ ഇന്ത്യൻ മാസ്റ്റേഴ്സിനെ കൂടിയാണ് പഠിക്കുന്നത്. കൂടാതെ ഹിമാലയത്തിലെ ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ പല മന്ത്രോച്ചാരണങ്ങളും മറ്റും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ യൂറോപ്പ്, അമേരിക്കയേക്കാൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് യോഗ ഏറ്റവും കൂടുതൽ പ്രചാരമായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം യോഗ ക്ലബ്ബുകൾ, യോഗ ഏറ്റവും കൂടുതൽ പോപ്പുലറാണ്. അവിടെയെല്ലാം ഇന്ത്യൻ അധ്യാപകർക്ക് വൻ ഡിമാൻഡാണുള്ളത്. ഭാഷയുടെ ഒരു നൈപുണ്യം കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യൻ അധ്യാപകർക്ക്, കാരണം യോഗയുടെ ഈറ്റില്ലത്തിൽ നിന്ന് ചെല്ലുന്നതുകൊണ്ട് വലിയ തൊഴിൽ സാധ്യതയുണ്ട്. എംബസി അറ്റസ്റ്റേഷന് ഈ ആയുഷ് മന്ത്രാലയത്തിന് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആകാശമാണ് പരിധി. നമസ്തേ.